സൗമിനി പതിയെ അബോധാവസ്ഥയിലേക്ക് പോകുകയാണ്. പതിയെ പതിയെ ബോധം അറിയുന്നതിനിടയിൽ സൗമിനിയുടെ മനസ്സിൽ ആ രംഗങ്ങൾ തെളിഞ്ഞു വന്നു. ഇന്നലെ 7-ാം മാസം പ്രിയേച്ചിയെ പ്രസവ ചടങ്ങിനായി കൂട്ടിക്കൊണ്ടു വന്ന ദിവസം. പ്രിയേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പ്രിയേച്ചിയുടെ ഭർത്താവ് സേതുവേട്ടനും താല്പര്യമില്ലായിരുന്നു. ഭാനുമ്മയുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ചടങ്ങ്. ഭാനുമ്മയും പ്രിയേച്ചിയും അടുക്കളയിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് കേട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. നീ എന്തായാലും പ്രിയെ, എൻ്റെ കയ്യിൽ 10 പൈസയില്ല. ഈ ചടങ്ങ് തന്നെ നടത്തിയത് കുടുംബശ്രീന്ന് ലോൺ എടുത്താ. നിനക്കറിയില്ല ഇവിടുത്തെ അവസ്ഥ? എനിക്കെല്ലാം അറിയാം. ഞാനാണോ സേതുവേട്ടൻ്റെ വീട്ടുകാരോട് 1,00,000 രൂപ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോൾ തരാമെന്ന് പറഞ്ഞത്? ഇപ്പോൾ 1 വർഷമല്ല, 5 വർഷം കഴിഞ്ഞു. ഇതുവരെ അതും ചോദിച്ചുകൊണ്ട് ആരും വന്നില്ലല്ലോ. അത് സേതുവേട്ടൻ്റെ മര്യാദ. ശരിയാണ്, അച്ഛനാണ് അന്ന് അവർക്ക് വാക്ക് കൊടുത്തത്. നിനക്കറിയില്ലേ അച്ഛൻ്റെ ചികിത്സാ ചെലവ്? നിന്റെ ആങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ പെണ്ണും കൊച്ചും ഞാനും എങ്ങനെ ഇവിടെ ജീവിക്കുന്നത് നിനക്കറിയുമോ? എല്ലാം എനിക്കറിയാം. അപ്പോൾ സൗമിനിക്ക് വീതം കിട്ടിയ കാശോ? ഓ, അത് കണ്ടിട്ടാണോ നിന്റെ ഈ ചാട്ടം? അതെ, അവൾക്കേ ഒരു പെങ്കൊച്ച. നിന്റെ ആങ്ങൾ അതിനുവേണ്ടി ഒന്നും കരുതിയിട്ടില്ല. അതവിടെ വീട്ടുകാർ അവൾക്ക് കൊടുത്തതാ. അതോർത്ത് എൻ്റെ മകള് മഞ്ഞു കൊള്ളണ്ട. അപ്പൊ അവളുടെ വീട്ടുകാർ അവളുടെ കൊച്ചിന് കൊടുത്തു. എൻ്റെ വീട്ടുകാർ എനിക്കെന്താ തന്നത്? വാക്കുതർക്കം മുറുകുകയായിരുന്നു. എന്താമേ? ദിനേശേട്ടൻ കേട്ടാ? താൻ ഒച്ചപ്പാട് കേട്ടാണ് മോളെ ഉറക്കുന്നതിനിടയിൽ അവർക്കിടയിലേക്ക് ചെന്നത്. ഇവക്കിപ്പോ നിന്റെ കാശിന് വീതം വേണമെന്ന്. അതില്ലാതെ പെറ്റെഴുന്നേറ്റ് പോവില്ലെന്ന് വാശി. അതിനിനിയും സമയമുണ്ടല്ലോ അമ്മേ. നമുക്ക് അപ്പോൾ ആലോചിക്കാം. കണ്ടോ, സൗമിനിക്ക് മനസ്സിലായി ഒരു മരുമകളുടെ വിഷമം. ഇങ്ങനെ ഇരിക്കുമ്പം അതും ഇതും പറഞ്ഞ് വെറുതെ വിഷമിക്കരുത് പ്രിയേച്ചി. നീ വാക്ക് പറഞ്ഞ സൗമിനി, ഇനി പ്രിയേച്ചിക്ക് ഒരു വിഷമവും ഇല്ല. അല്ല, നീ എങ്ങനെ അറിഞ്ഞു ഇവിടെ പേരിൽ ബാങ്കിൽ പൈസ ഉണ്ടെന്ന്? ഭാനുമ്മയുടെ ചോദ്യം കേട്ട് പ്രിയ പൊട്ടിച്ചിരിച്ചു. അതൊക്കെ അറിയാം. ദൈവം എൻ്റെ കൂടെ ഉണ്ടമ്മേ. ഇവിടെ മുറിയിലെ മേശവലിപ്പിൽ പാസ്ബുക്ക് കണ്ട് വെറുതെ ഒന്ന് തുറന്നു നോക്കിയതാ. മേശവലിപ്പിലോ? ഞാൻ പാസ്ബുക്കും അതിൻ്റെ കൂടെ കിട്ടിയ ഒരു കാർഡും പേപ്പറും കൂടെ അലമാരി വെച്ച് പൂട്ടിയതാണല്ലോ അമ്മേ. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് മേശവലിപ്പിൽ നിന്നാ പാസ്ബുക്ക് കിട്ടിയത്. ഭാനുമ്മ നെഞ്ചിൽ കൈവച്ച് നിലവിളിച്ചു. ഈശ്വര, ആ ദ്രോഹി ആ കാശെങ്ങാനും എടുത്തോ? സൗമിനിയുടെ ആകെ ഒരു പ്രതീക്ഷയാ. അതും ആ മുടിപ്പിച്ചോ ദൈവമേ. അമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് ബഹളം വെക്കാതെ. എൻ്റെ ഈ മുട്ടുകാലും വയ്യാതെ കണ്ടോറുടെ പറമ്പിലെ ഇഞ്ചിയും ചിരണ്ടി കപ്പയും പൊളിച്ച് പറമ്പിലും പണിത് ഈ കുടുംബം പൊറ്റിക്കൊണ്ട് പോണത്. മഞ്ഞും വെയിലും പൊടി അടിച്ച ഈ പെണ്ണിന് അസുഖമാ. എൻ്റെ കാലം കഴിഞ്ഞ ഈ കൊച്ചിനെ കൊണ്ട് ഇവൾ എന്ത് ചെയ്യുന്നോർത്ത് വിഷമിച്ചിരുന്നപ്പോഴാ ദൈവമായിട്ട് കൊണ്ടുതന്ന കാശ. ഭാനുമ്മ നെഞ്ചിൽ കൈവച്ച് അടുപ്പിൻപാതകത്തിനരികിലേക്ക് ഇരുന്നു. അമ്മേ, നമുക്ക് ബാങ്കിൽ പോയി നോക്കാം. അവൻ കാശ് എടുത്തിട്ടില്ലെങ്കിലോ? പ്രിയ ഭാനുമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ചേട്ടനെങ്ങാനും ക്യാഷ് എടുത്തുകൊണ്ട് പോയോ എന്ന് സൗമിനിക്കും വല്ലാതെ ഭയപ്പെട്ടു. അങ്ങനെ ബാങ്കിൽ പോയി നോക്കിയപ്പോഴാണ് ആ സത്യം ഞങ്ങൾ അറിയുന്നത്. ബാങ്കിൽ ബാലൻസ് വെറും 50,000 ഉള്ളൂ എന്ന്. ആകപ്പാടെ വിഷമിച്ചിരുന്നപ്പോഴാണ് ദിനേശ് ചേട്ടൻ കള്ളും കുടിച്ച് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി കയറി വരുന്നത്. ഇപ്പോഴൊന്നും ചോദിക്കണ്ടെന്ന് അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മ ദിനേശ് ചേട്ടനുമായി വഴക്കുണ്ടാക്കി. 1ഉം 2ഉം പറഞ്ഞ് അവസാനം പതുപോലെ എന്നെ കുറേ തല്ലി. മീനുമോൾ വല്ലാതെ ഭയപ്പെട്ട് കരഞ്ഞു. എൻ്റെ തോളിൽ കയറി മോൾ ഉറക്കെ ഏങ്ങലടിച്ചു. എന്നെ ദിനേശ് ചേട്ടൻ തല്ലുന്നതിനിടയിൽ മോൾക്കിട്ടും കിട്ടി കുറേ അടി. അമ്മ പിടിച്ചു മാറ്റാൻ വന്നപ്പോൾ അമ്മയെ ദിനേശ് ചേട്ടൻ തള്ളി മാറ്റി. പ്രിയേച്ചി തടയാൻ വന്നപ്പോഴാണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. പ്രിയേച്ചിയെ പിടിച്ച ഒറ്റ തള്ള്. ചേച്ചി വയറും താങ്ങി വീണു. പ്രിയേച്ചിയുടെ ബോധം പോയി. മോളെ പ്രിയേ, എടി കണ്ണു തുറക്കടി. എടാ മഹാഭാവി, നീ എന്താടാ ചെയ്തത്? എൻ്റെ കുഞ്ഞിന് എന്തേലും പറ്റിയ എൻ്റെ ദൈവമേ, ഞാൻ ആരോടൊക്കെ സമാധാനം പറയണം? എൻ്റെ ഭഗവാനെ. പ്രിയേച്ചി ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ഭാനുമ്മ പദം പറഞ്ഞ് നെഞ്ചിത്തല്ലി അലറിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം മോളെ നെഞ്ചിലടക്കി പിടിച്ച് വിറങ്ങലോടെ ഞാനും നിന്നു. ഒരാളുടെ മദ്യപാനം അയാളെ മാത്രമല്ല ഒരു കുടുംബം മുഴുവൻ ഇരുട്ടിലാക്കും. ദിനേശൻ്റെ ലക്കുകെട്ട ഈ പ്രവൃത്തിയിൽ പ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ആറ്റുനൂറ്റുണ്ടായ ആ കൺമണിയെ
പ്രിയയ്ക്ക് നഷ്ടമാവുമോ? തുടർന്നുള്ള സംഭവങ്ങൾ ഉടൻ. ആശാസ് വേൾഡ് മൂന്നാമത് കഥ പുതുജീവിതം. എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.